പുതിയ നമ്മൾ ഇന്ന് നമ്മളെ സോഷ്യൽ എക്സാം അയച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസ് 8th സ്റ്റാൻഡേർഡ് 80 മാർക്കിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓൺ എക്സാമാണ്. പക്ഷെ മിഡ് ടേം ഒക്കെ 25 മാർക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൺ എക്സാമിന് 80 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഈ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമ്മൾ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ കുറച്ച് അധികം ടഫൊന്നുമല്ലായിരുന്നു. ഒരു മീഡിയം എന്ന് പറയാം. അപ്പോൾ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഈ സ്റ്റോൺ ഏജ് ഏതാണെന്നാണ് ഈ സ്റ്റോൺ ഉപയോഗിച്ചത്. അപ്പോൾ മെസോലിത്തിക് ഏജിലാണ് ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലുള്ള ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പുതിയ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. മാറിയിട്ടുണ്ട് നല്ലോണം. അപ്പോൾ പിന്നെ വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ചെറിയ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ട് അതിൻ്റെ പേരാണ്. അപ്പോൾ ഇത് ഏകദേശം 9 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. 9 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ അല്ല 8 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് പിന്നെ 2 മാർക്കാകുന്നത്. 9 മുതൽ 13 വരെ 2 മാർക്കാണ്. പിന്നെ 14 മുതൽ 21 വരെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 22 മുതൽ 28 വരെ 4 മാർക്കിൻ്റെയും 29, 30 ആണ് 5 മാർക്കിന് വരുന്നത്. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എസ്സേ ക്വസ്റ്റ്യന് ഫസ്റ്റ് കമ്പയർ ദ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെയും ഈ ഐഡിയാസ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ദ ബേസിസ് ഓഫ് പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻസ് ദാറ്റ് വി ഹാവ് സീൻ ടുഡേ ആർ ദ ചേഞ്ചസ് ഒക്കേർഡ് ഡ്യൂറിങ് നിയോലിത്തിക് ഏജ് സബ്സ്റ്റൈനേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. A-B ക്വസ്റ്റ്യൻ ആണ്. 29 തന്നെ അതിലേതെങ്കിലും ഒന്നും ചെയ്യണം. പിന്നെ വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് വിത്ത് ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് ആണ്. അപ്പോൾ നെയിം ദ ഹിമാലയ region between river Indus and river Kali ആണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ഡിവിഷൻസ് ഓഫ് ദീസ് റീജിയൻ. അതാണ് 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ മൺസൂൺ വിൻഡിനെ പറ്റി ബ്രഹ്മപുത്ര പ്ലെയിൻ നോർത്തേൺ പ്ലെയിൻ റിസീവ് സഫീഷ്യൻറ്റ് റെയിൻഫാൾ ഇവൻ അക്കൗണ്ട് ഫോർ ദ മൺസൂൺ വിൻഡ്. അതിനെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വരുന്നത്. 2 പേജായിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഈസിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈസി ആണോ ടഫാണോ ഒന്ന് കമൻറ്റ് ചെയ്യാം. ചെറിയ സൗണ്ടിൽ വരുന്നുണ്ട്. ഒരു വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഇതാ പുതിയ തരത്തിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മാത്സിനെ ഫോളോയിങ് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം മാറിയിട്ട് ഇതാ 4 ഓപ്ഷൻസ് വന്നിട്ട് ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ 4 മാർക്കിൻ്റെ ഇത് 1 മാർക്കിൻ്റെയാണ് പെട്ടെന്ന് വരുന്നത്. ഇത് 4 മാർക്കിൻ്റെയൊക്കെ വരുന്നത് ഒറ്റയടിക്ക് 4 മാർക്ക് പോകുന്ന ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ഈസിയാണ്. 1 മാർക്കിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാലിയോലിത്തിക് ഏജിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ ഇടയ്ക്കൊരു മെസോലിത്തിക് കൊടുത്തിട്ടുണ്ട്. യൂസ് ഓഫ് മൈക്രോലിത്തിക്. ഇതിൽ നിന്ന് പാലിയോലിത്തിക് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതും അതേപോലെ തന്നെയാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ മഗധ ഫർട്ടൈൽ റീജിയൻ ആയതിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. കോപ്പർ വാസ് ഈസിലി അവൈലബിൾ ഇൻ മഗധ എന്നുള്ളതാണ് തെറ്റ്. അത് തെറ്റാണ്. കോപ്പർ അല്ല അയൺ ആയിരുന്നു ഉള്ളത്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡേർഡൈസേഷൻ ഇത് 3 പേരുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഡീറ്റെയിലും പിന്നെ ഇവിടെ ഫാഷനിങ് ആണ് വരുന്നത്. ഫാഷനിങ് ആണ്. പിന്നെ അതല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് പ്രശ്നമില്ലാതെയായിരുന്നു. വൈസ് ഇതും ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ആയിട്ട്. പിന്നെ അലൂവിയൽ പ്ലെയിൻസിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൈനിസത്തിൻ്റെ 2 സെറ്റ്സ് ഓഫ് ജൈനിസം എടുത്തിട്ട് പറയുന്നുണ്ട്. വൈസ് ഇതൊക്കെയാണ് പറയുന്നത്. ഇത് ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം ആണെന്ന് തോന്നുന്നത്. അതാണ് എഴുതി കർണൂട. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വൈസ് ഇത്രയാണ് വരുന്നത്. ഫുള്ള് അവൾ പറയുന്നില്ല. കുറച്ചൊക്കെ പിന്നെ ആണെങ്കിൽ കംപ്ലീറ്റ് ഈ ലേബർ വേജ് അത് വരുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ലേബർ വേജ്, ലാൻഡ് റെൻറ്റ്, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് എഴുതിയെന്ന് തോന്നുന്ന നിങ്ങളെന്ന് എഴുതി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഈസിയാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇനി നമ്മളെ വീഡിയോസ് വരുന്നതായിരിക്കും എക്സാമിൻ്റെ തന്നെ.
അപ്പോൾ നാളെ ഇംഗ്ലീഷാണ് എക്സാം വരുന്നത്, അതും വരുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റുഡൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ